ഇന്നത്തെ ലൈവിൽ അർജുനും പൂജയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. പൂജയുടെ ഉദ്ദേശം അർജുൻ്റെ ഉള്ളിലെ നെഗറ്റീവ് ക്യാരക്ടർ എടുത്ത് പുറത്തിടുക എന്നുള്ളതാണ്. അപ്പോൾ പൂജ സംസാരിക്കുന്നത്, നീ ഇങ്ങനെ തന്നെയാണോ? നിൻ്റെ ഒറിജിനൽ ക്യാരക്ടർ ഇതല്ലല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ഫേക്കായിട്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് പൂജ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അർജുൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്, പക്ഷെ ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്താണ് നിൽക്കുന്നത്. കാരണം എൻ്റെ ഇമോഷൻസ് പൊട്ടിത്തെറിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ ഒരുവിധം നല്ല രീതിക്ക് കൺട്രോൾ ചെയ്താണ് നിൽക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് സായി വന്നിട്ട് പറയുകയാണ്, ക്ഷമിക്കാനൊക്കെ കൊടുത്തിട്ട് ശരിയാണ്, ഞാനും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ ഇമോഷൻസൊക്കെ ഫുള്ളായിട്ട് പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൺട്രോൾ ചെയ്തിപ്പോൾ നിൽക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ പൂജ പറയുന്നുണ്ട്, നിൻ്റെ അമ്മ പറഞ്ഞല്ലോ പുറത്തുനിന്ന് വന്നപ്പോഴേക്കും നീ ഇങ്ങനെയല്ല എന്നുള്ളത് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അർജുൻ പറയുന്നുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും അച്ഛനോട് വഴക്കൊക്കെ ഉണ്ടാക്കിയാണ് വന്നത്. പക്ഷെ എങ്കിൽ പോലും ഞാൻ ഇങ്ങനെയാണ്, ബേസിക്കലി എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ കാമായിട്ട് നിൽക്കുന്ന ഒരു നേച്ചറാണ് എന്നുള്ള രീതിക്ക് അർജുനും സംസാരിക്കുകയാണ്. പക്ഷെ പൂജയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അർജുൻ്റെ ഉള്ളിലെ ആ നെഗറ്റീവ് ക്യാരക്ടറെ ഒന്ന് പുറത്തേക്ക് ഇടുക എന്നുള്ളതായിരുന്നു.